സുമ്മ ഇന്ന അലൈനാ ബയാനാ. ഇത് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു ആയത്താണ്. ഞാൻ പറഞ്ഞു വെക്കാം, കുറച്ചുകൂടി സമയം എടുത്താൽ പോലും ശ്രദ്ധിക്കുക. പിന്നെ അതിന്റെ വിശദീകരണം നമ്മുടെ ചുമതലയിൽ പെട്ടതാണ്. ഇത് ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് ഈ ഖുർആനിന്റെ ബാക്കി വിശദീകരണം ഇന്നോടത്ത് ഇതൊക്കെ അള്ളാഹുവിന്റെ ബാധ്യതയിലാണെന്ന് പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന ആയത്ത് എവിടെയാണ്, ഇന്ന സൂറത്ത് എവിടെയാണ്, എന്താണെന്നുള്ളതിന്റെ വിശദീകരണങ്ങൾ എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചവരുണ്ട്. പക്ഷെ ഒരുപാട് മുഫസ്സിറുകൾ വളരെ ഗൗരവപൂർവ്വം വ്യാഖ്യാനിച്ച ഒരു പ്രധാന വ്യാഖ്യാനം എന്താ ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ വ്യാഖ്യാനവും അള്ളാഹു താല ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ഇറക്കിയ വിശുദ്ധ ഖുർആൻ, അതിന്റെ വ്യാഖ്യാനവും അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ്. കാരണം വ്യാഖ്യാനം അനിവാര്യമാണ്, ഖുർആൻ മാത്രം മതിയാവില്ല. കാരണം ഖുർആൻ അതിന്റെ അടിസ്ഥാന കാര്യങ്ങളെ വിശദീകരിക്കുന്നുള്ളൂ, അതിന്റെ വിശദാംശങ്ങൾ അതും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ച വ്യാഖ്യാനങ്ങൾ നബി സ്വന്തം ഉണ്ടാക്കിയതല്ല, ഹദീസുകൾ നബിയുടെ സ്വന്തം കാര്യങ്ങളല്ല. ഹദീസുകൾ പോലും അള്ളാഹു താലയുടെ വഹീന്റെ ഭാഗമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഖുർആനിലുള്ളത് അഖിമിസ് സ്വലാത്ത്, സ്വലാത്ത് നിർവഹിക്കുക എന്നാണ്. ഈ സ്വലാത്ത് എന്നുള്ള ഒരൊറ്റ വാക്കിൽ നിന്ന് നമ്മളിന്ന് നിർവഹിക്കുന്ന നിസ്കാരം ബോധ്യപ്പെടൂല, ഒരാൾക്കും ബോധ്യപ്പെടൂല. എങ്ങനെയാണ് ഈ സ്വലാത്ത്, എന്താണ് ഈ സ്വലാത്ത്? ഖുർആനിൽ അത് വിശദീകരിച്ചിട്ടില്ല. അതേസമയം എങ്ങനെയാണ് സ്വലാത്ത് നിർവഹിക്കേണ്ടത് എന്നത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നബി പറഞ്ഞത് അഖിമിസ് സ്വലാത്ത് സല്ലൂ കമാ റഅയ്തുമൂനി, ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ നിസ്കരിക്കുക. എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചത് നബി സ്വന്തം ഉണ്ടാക്കിയതല്ല, അതും അള്ളാഹു താല പ്രവാചകൻ അറിയിച്ചു കൊടുത്തതാണ്. വളരെ കൃത്യമായ ഒരു കാര്യം ഈ ആയത്ത് പഠിപ്പിക്കുന്നത്, ഖുർആനിക ആയത്തുകൾ മാത്രമല്ല, വേറെയും വഹയ്യുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഖുർആനിക ആശയങ്ങളുടെ വിശദീകരണമായി ലഭിച്ചതാണ്. അപ്പൊ ചില ആളുകൾ ഹദീസുകളെയും സുന്നത്തുകളെയും ഒക്കെ അവഗണിക്കുന്ന ആളുകളുണ്ട്. അവർ വിചാരിക്കും അത് ഖുർആനിലില്ലല്ലോ, ഖുർആനിന്റെ വിശദീകരണമാണ്, അത് അള്ളാഹുവിൻ്റെതാണ്. ഖുർആൻ അംഗീകരിച്ച ആളുകൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തെന്ന്, പ്രവാചകന്റെ ആ ചര്യ ഉൾക്കൊള്ളണമെന്ന്. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടായാൽ അള്ളാഹുവിലേക്ക് അഥവാ ഖുർആനിലേക്കും റസൂൽ പ്രവാചകന്റെ ചര്യയിലേക്കും നോക്കണം. പ്രവാചകന്റെ ചര്യ പ്രവാചകൻ സ്വയം രൂപപ്പെടുത്തിയതല്ല. സക്കാത്തിന്റെ ശതമാനങ്ങൾ നിശ്ചയിച്ചതോ അല്ലെങ്കിൽ ഓരോ വിഷയവും ഖുർആനിന്റെ എല്ലാറ്റിന്റെയും വിശദീകരണങ്ങൾ അത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിശദീകരിച്ചിട്ടുണ്ട്. പാരത്രിക ജീവിതത്തിലെ പല കാര്യങ്ങളെ കുറിച്ച് റസൂലാണ് വിശദീകരിച്ചു തന്നത്. ഖുർആൻ പറഞ്ഞതിന്റെ പലതിന്റെയും വിശദീകരണങ്ങൾ, പല ആയത്തുകളുടെയും വിശദീകരണങ്ങൾ, പലതിന്റെയും അതിന്റെ യഥാർത്ഥ പൊരുളുകൾ, അതൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു തആല നൽകിയ വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ ചില ആൾക്കാർ ചോദിക്കും ഹദീസിലൊക്കെ കള്ള ഹദീസില്ലേ? കള്ള ഹദീസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? ഹദീസുകൾക്ക് പിൻബലമുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ. ഇപ്പൊ സയ്യിദ് മൗദൂദി ഒരു ഉദാഹരണം പറഞ്ഞേ, കള്ള നാണയം എന്ന് പറഞ്ഞാൽ എന്താ? കള്ള നാണയം എന്ന് പറഞ്ഞിട്ട് വേറൊരു നാണയോ വേറൊരു നോട്ട് അടിച്ചെടുക്കൂലല്ലോ. നിലവിലുള്ള നോട്ട് പോലെ ആ നോട്ടിന് വില ഉള്ളത് കൊണ്ടാണല്ലോ കള്ള നോട്ട് അടിക്കുന്നത്. അഥവാ പ്രവാചകന്റെ വചനങ്ങൾക്ക് ഇസ്ലാമിൽ ആധികാരികത ഉള്ളത് കൊണ്ടും പ്രവാചക ചര്യക്ക് ഇസ്ലാമിൽ ആധികാരികത ഉള്ളത് കൊണ്ടാണ് പ്രവാചക ചര്യതായ കള്ള, അത് വേർതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. ലോകത്ത് അത്ഭുതകരമായ ഒരു സംവിധാനം മുസ്ലിം സമൂഹം ഉണ്ടാക്കി. പ്രവാചകന്റെ വാക്കുകളും പ്രവാചകന്റെ പ്രവർത്തികളും നേർക്കുനേരെ കണ്ടെത്തുന്നതിന് വേണ്ട ലക്ഷക്കണക്കിന് ആളുകൾ പങ്കാളികളായ ഒരു വലിയ സംവിധാനത്തിലൂടെ പ്രവാചക ചര്യ കൃത്യമാണ്. അത് ഖുർആനിന്റെ വിശദീകരണമാണ്. പ്രവാചകന്റെ ജീവിതം, പ്രവാചകന്റെ ചര്യ, പ്രവാചകന്റെ സുന്നത്ത്, പ്രവാചകന്റെ ഹദീസുകൾ, അതും അള്ളാഹുവിന്റെ ഖുർആനിന്റെ വിശദീകരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ വളരെ കൃത്യമാണ്. പ്രവാചകന് വഹയായി വരുന്നത് ഖുർആനിൽ ചേർത്ത ദിവ്യ സൂക്തങ്ങൾ മാത്രമല്ല, പകരം ഖുർആനിൽ ചേർത്തിട്ടില്ലാത്ത പല വിജ്ഞാനങ്ങളും വഹയ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ലഭിച്ചിരുന്നുവെന്ന് ഈ സൂറത്ത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. കാരണം സുമ്മ ഇന്ന അലൈനാ ബയാന, ആ ഖുർആനിനെ വിവിധ സൂറത്തുകളിലും വിവിധ ഘടനകളിലും കൃത്യമായി ക്രോഡീകരിച്ച ഒരായത്ത് പോലും നഷ്ടപ്പെടാതെ രൂപപ്പെടുത്തിയെടുക്കാൻ അള്ളാഹു തആല പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. ആ ആയത്തുകളുടെ വിശദീകരണവും പ്രവാചകരെ താങ്കൾ ഭയപ്പെടേണ്ട, അതും എന്റെ ബാധ്യതയാണ്, താങ്കളെ കൃത്യമായി ബോധ്യപ്പെടുത്താം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു കാര്യം കൊണ്ടുവന്നാൽ പ്രവാചകൻ കൊണ്ടുവന്നതിനെ പൂർണ്ണമായി സ്വീകരിക്കണം. ആരും പ്രവാചകൻ കൊണ്ടുവന്നതിനെ തള്ളിയാൽ അത് അവൻ അള്ളാഹുവിനനുസരിച്ചവരെ പോലെയാണ്. പ്രവാചകൻ എന്തുകൊണ്ടുവന്ന് അത് സ്വീകരിക്കണം. കാരണം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്.
പ്രവാചകൻ എന്ത് വിരോധിച്ചോ അത് വിരോധിക്കണം, കാരണം അത് അള്ളാഹു നിരോധിച്ചതാണ്. അപ്പൊ ഈ ആയത്ത് ഹദീസിന്റെ പ്രാമാണികതയെയും സുന്നത്തിന്റെ പ്രാമാണികതയെയും വളരെ കൃത്യമായി വിശദീകരിക്കുന്നു. അഥവാ വിശുദ്ധ ഖുർആാനിന്റെ ക്രോഡീകരണവും വിശുദ്ധ ഖുർആാനിന്റെ സമാഹരണവും മാത്രമല്ല അള്ളാഹു തആല ഏറ്റെടുത്തത്, വിശുദ്ധ ഖുർആാനിന്റെ വിശദീകരണവും അത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് പ്രവാചകന് അത് പറയാൻ അർഹൻ അള്ളാഹു തആല, അള്ളാഹിന്റെ റസൂല് മാത്രല്ലേ. അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ശരിയായ വ്യാഖ്യാനം കൊടുക്കാൻ ഏറ്റവും അർഹത അള്ളാഹുവിന്റെ റസൂലിനാണ്. ഖുർആൻ ഈ മുഫസ്സിറുകളൊക്കെ ചെയ്യുന്നെന്താ, റസൂൽ ഇന്നത് പറഞ്ഞു ചേർത്തത് പറഞ്ഞു തരികയാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞെന്താ, ഹദീസ് ഈ ഖുർആന്റെ ആയത്തിൽ ഇന്നത് റസൂല് പറഞ്ഞിട്ട് നമ്മൾ ഹദീസുകൾ പറഞ്ഞു തരികയാണ്. റസൂല് പഠിപ്പിച്ചു തന്നതാണ്, അത് ചേർത്ത് തരികയാണ്. മാത്രമല്ല ഇതിന് വേറെയും ചില വിശദീകരണ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതായത് ഒരായത്ത് മറ്റു ചില ആയത്തുകൾക്ക് വ്യാഖ്യാനമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഖുർആൻ ആയത്ത് എടുക്കുമ്പോൾ മറ്റു പല ആയത്തുകളും കൊണ്ടുവരുന്നത്. വലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ എന്നുള്ളതിന് ഞാൻ ഒരുപാട് ആയത്തുകൾ വെച്ചില്ലേ. ആയത്തുകളെ ഖുർആന്റെ ഒരായത്ത് മറ്റു ചില ആയത്തുകളുടെ തഫ്സീറാണെന്നാണ് പറയുന്നത്. അപ്പൊ അതും ഇതിന്റെ അതും ഇങ്ങനെയും വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഇതൊക്കെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളുന്നത് വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ ആയത്തുകളിലൊക്കെ ഉള്ളത്. വളരെ ശ്രദ്ധാപൂർവ്വം പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹ് ഞങ്ങൾക്ക് ഇനി പുറത്തു മാപ്പാക്കി തീർക്കുമാറാകണേ. ഖുർആൻ പഠിക്കാനും ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും ഖുർആനിനെ പ്രബോധനം ചെയ്യാനും അള്ളാഹ് ഞങ്ങൾക്ക് ഇനി തൗഫീഖ് നൽകുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ കർമ്മ പുസ്തകത്തിൽ ഇടം പിടിച്ച തിന്മകളെ നീ മായ്ച്ചു തരണമേ. ഞങ്ങളെ കർമ്മ പുസ്തകത്തിൽ നന്മകൾ കൊണ്ട് നീ നിറയ്ക്കണമേ. പടച്ചവനെ, നാളെ മരണത്തിന് ശേഷവും പ്രതിഫലം നിൽക്കുന്ന ജാരിയായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. നാളെ പരലോകത്ത് വലത് കൈയിൽ കിതാബ് ഏറ്റുവാങ്ങാൻ തൗഫീഖ് നൽകുമാറാകണേ. പടച്ചവനെ, ഞങ്ങളുടെ കർമ്മ പുസ്തകത്തിലെ എല്ലാ തിന്മകളെയും നീ മായ്ച്ചു തരുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളെ കുടുംബത്തെ മക്കളെ ഞങ്ങളെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. പലസ്തീൻ ജനതയെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ലോകത്ത് ഇസ്ലാമിന്റെ വിജയം കാണാനുള്ള തൗഫീഖ് അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ, ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കുമാറാകണേ. ഫാസിസ്റ്റുകളിൽ നിന്ന് അതിനെ നീ മോചിപ്പിക്കുമാറാകണേ. പടച്ചവനെ, നാളെ മുഅ്മിനായി ജീവിക്കാനും മുഅ്മിനായി മരിക്കാനും അള്ളാഹ് നീ തൗഫീഖ് നൽകുമാറാകണേ. പടച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ. ഞങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ നീ പരിഹരിക്കണമേ. പഠിക്കാനും വളരാനും ഉയരാനും കൂടുതൽ നല്ല ജീവിത കാര്യങ്ങൾ നേടിയെടുക്കാനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനുമൊക്കെ നീ തൗഫീഖ് നൽകുമാറാകണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. اللهم اجعل القرآن لقلوبنا ضياء ولأبصارنا جلاء ولأسقامنا دواء ولذنوبنا ممخصا وعن النار مخلصا. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم انصر المسلمين في كل مكان ودمر أعداءنا وأعداء الدين وشتت شملهم وفرق جمعهم يا رب العالمين. اللهم اشف أمراضنا ويسر أمورنا يا رب العالمين. اللهم زين قلوبنا بالإيمان. اللهم ثبت أقدامنا بالإسلام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.